ദൈവാനുഭവത്തിലേക്ക് നിത്യതയുടെ ഉന്നത കൃപകളിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് ഉപപ്രവർത്തനമല്ല, അത് സുവിശേഷ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 50 മാർക്ക് പത്ര കൈമാറ്റത്തിനാണ്. പത്രത്തിലൂടെ എന്താ ഉള്ളത്? അനുഭവ സാക്ഷ്യങ്ങളാണ്. ആരുടെ അനുഭവങ്ങൾ? ക്രിസ്തുവിനെ വചനം നടപ്പിൽ വരുത്തിക്കൊണ്ട് അവൻ പറയണ പോലെ ചെയ്ത് അനുഭവം പ്രാപിച്ചവരുടെ അനുഭവ സാക്ഷ്യമാണ് പത്രത്തിലുള്ളത്. 100 ഉണ്ട്. കാണുമ്പോൾ തന്നെ അത് ആൾക്കാർ മനസ്സിലാക്കി എൻ്റെ പ്രശ്നമുള്ള സാക്ഷ്യം വായിച്ചു കഴിയുമ്പോൾ അവൻ കർത്താവിനെ തിരക്കി വരും. അറിയിക്കാൻ പറ്റും, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ പറ്റും. ഉപപ്രവർത്തനങ്ങൾക്ക് 30 മാർക്കാണ്. പിന്നെ എന്ത് പ്രാർത്ഥന? പിന്നെ 20 പോയിൻ്റാണ് ഉള്ളത് പ്രാർത്ഥനയ്ക്കുള്ളത്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യത്തില്ല, പ്രാർത്ഥന മാത്രം കൊണ്ടുകൊണ്ടിരിക്കും. അത് പ്രാർത്ഥിക്കണമാണ്. നിങ്ങൾക്കറിയാൻ പറഞ്ഞിട്ടാണ് ഞാൻ വിശ്വാസ പ്രമാണം എഴുതിയിരിക്കണം. അതിൻ്റെ അകത്ത് വിശ്വാസ പ്രമാണം എല്ലാവർക്കും അറിയാം, സ്വർഗസ്ഥരാപിത എല്ലാവർക്കും അറിയാം, നന്മ അറിഞ്ഞ പറയാം എല്ലാവർക്കും അറിയാം, ജപമാല എല്ലാവർക്കും അറിയാം ശരിക്കും. പക്ഷെ അതിൻ്റെ എല്ലാം ചെല്ലിയാലും നമുക്ക് വരുന്നത് എന്താണ്? അതെല്ലാം ചെല്ലണം. എന്താണ്? കഴിഞ്ഞ ധ്യാനത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, വെള്ളം കുടിക്കാൻ ജീവിക്കാൻ പറ്റുമോ? ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, കരളുപാട്, കിഡ്നി ചുങ്ങിപ്പോവും, ചത്തുപോവും. അപ്പോൾ പ്രാർത്ഥനയില്ല ജീവിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥന വെള്ളം പോലെയാണ്. പക്ഷേ നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ ഗുരുത്വമുള്ള ഭക്ഷണം വേണം, ന്യൂട്രീഷനായിട്ടുള്ള ഫുഡ് വേണം. അതിനാണ് ഉപപ്രവർത്തനങ്ങളും സുവിശേഷ വേലയെന്ന് പറയണത്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം കറക്റ്റായിട്ടാണ് ഉടമ്പടിയിലുള്ളത്. ഷിബിൻ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ഹിന്ദി പത്രം ഇംഗ്ലീഷ് പത്രം മേടിച്ചിട്ട് ഇന്ത്യ മുഴുവനും പറ്റുന്ന സ്ഥലങ്ങളെല്ലാം ആ മനുഷ്യൻ കൊണ്ടേ കൊടുക്കണത്. കൊടുത്തിട്ട് ഒരു ദിവസം ഷിബിൻ നാട്ടിൽ വരുമ്പോൾ ഷിബിനോട് ഇപ്പം നമ്മൾ സത്യസന്ധരാണെന്ന് പറഞ്ഞാൽ അമ്മ ഉടനെ ഇടപെടും. നമ്മൾ ദൈവം ഇടപെടാത്തതിൻ്റെ കാര്യം എന്നറിയാവോ? നമ്മൾ ഉടമ്പടി സത്യസന്ധരല്ലാത്തത് കൊണ്ടാണ്. ഷിബിൻ ഉടനെ നാട്ടിൽ വന്നപ്പോൾ പരിശുദ്ധമ്മ പറഞ്ഞു, മോനെ അവിടെ കൊണ്ട് ഉപ്പിടാൻ പറഞ്ഞു. ആ പറമ്പ് വഴിയിലല്ല ഉപ്പിടാൻ പറഞ്ഞു. അവനവിടെ കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി ആ വഴിയില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിട്ട് വെച്ച് പിറ്റേ ദിവസം 20 കൊല്ലമായി ആ വീട്ടിൽ കയറി ഇറങ്ങണത്. ആ മനുഷ്യനോട് ഇന്നവൻ, ചേട്ടാ ഇത്തിരി വഴി കിട്ടാൻ വല്ല മാർഗ്ഗമുണ്ടോ? ഞാനിത് 20ാമത്തെ കൊല്ലാണ് വരണത്. അപ്പോൾ ഉടനെ ചേട്ടൻ പറഞ്ഞ്, ഞാൻ പണി ചെയ്യാം, നിനക്ക് വഴി തരാം. പക്ഷേ അതെങ്ങനെ തരും? സൈഡിൽ കൂടി തരാം, അത് തോടാണത്, അതിന് നികർത്തിയെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ വഴി കിട്ടുമെന്നായി. പക്ഷേ എന്താണ്? നികർത്തിയെടുക്കുക. അപ്പം നികർത്തിയെടുക്കുമ്പോൾ എത്രയാവും? 26 ലക്ഷം രൂപയാവും. തോട് നികർത്തണ്ടേ? ആ 26 ലക്ഷം രൂപ കടമുണ്ട്. പറമ്പ് വിറ്റത്തിൽ 15 കൂടെ കിട്ടുമായിരിക്കും. പക്ഷേ എന്നാലും അത് വലിയ പാടാണ്, ഒന്നും മിച്ചമുണ്ടാകത്തില്ല കയ്യിൽ. അപ്പോൾ ഉടനെ എന്നാലും നാളെ അത് നികർത്താവുന്ന രീതിയിൽ തന്നെ ഇവൻ തീരുമാനിച്ചു. ഇപ്പം നികർത്തൽ എവിടെ തൊട്ട് എവിടം വരെയാണ് നികർത്തേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടി പിറ്റേ ദിവസം ഈ ലാൻഡ് ഓണർ വരും. ലാൻഡ് ഓണർ വരുമ്പോൾ ലാൻഡ് ഓണർ നികർത്തണ സ്ഥലത്ത് വന്ന് നിന്നേച്ചും തിരിഞ്ഞു നടന്ന് പോകും. അപ്പോൾ ഷിബിം ഈ പട്ടാളക്കാരൻ വിളിക്കും, ചേട്ടാ ഇവിടെ അല്ലേ ഇന്നലെ വഴി തരാമെന്ന് പറഞ്ഞത്, ഇനി ഇയാൾ ഇതിൻ്റെ ഐഡിയ മാറിയാന്നറിയാൻ വേണ്ടി പുള്ളി ആശങ്കയോടെ വിളിക്കും, ചേട്ടാ ഇവിടെയാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞ് വെച്ചും ഈ ലാൻഡ് ഓണർ ജോലി ആ പറമ്പിൻ്റെ ഉടമസ്ഥൻ അറിയാതെ ഇവൻ ഉപ്പിട്ട സ്ഥലത്ത് പോയി നിൽക്കും. എന്നിട്ട് പറയും, നിനക്കിവിടുന്ന് വഴി തരാമെന്ന് പറയും. ഇതാണ് കൃപാസനം മാതാവെന്ന് പറയണത്. ഷിബിൻ എവിടെയാണ് കൊണ്ട് ഉപ്പിട്ടത് അവിടെ കൊണ്ടുവന്ന് മാതാവ് ഈ ലാൻഡ് ഓണറെ കൊണ്ട് നിർത്തിയിട്ട് അവിടുന്ന് വഴി അളന്ന് കൊടുക്കും. ഇപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ? 20 കൊല്ലമായി നടക്കുന്നത്. ഇത് നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യണത്. ഇവൻ ഉടമ്പടി സത്യസന്ധനാണ്. അവൻ്റെ ഉടമ്പടി അമ്മ ഏറ്റെടുത്തിരിക്കുകയാണ്. ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല, അമ്മ അത് ഏറ്റെടുക്കണം. അമ്മയ്ക്ക് തോന്നണം നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടിയാണ്, സത്യസന്ധമാണെന്ന്. അങ്ങനെ ഒരു നിമിഷം ദൈവത്തെ കൊണ്ട് തോന്നിപ്പിക്കാൻ ഇടയായ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. നമ്മുടെ വിശ്വസ്തയോടെ ജീവിക്കുവാൻ